വേദിയിൽ അരങ്ങേറുന്നു ഒരു കവിതാ ദൃശ്യാവിഷ്കാരം. ജാത്യാചാരങ്ങളുടെ അർത്ഥശൂന്യത വെളിവാക്കുന്ന കുമാരനാശാന്റെ ചണ്ഡാല ഭിക്ഷുകി. ശ്രീബുദ്ധന്റെ ദിവ്യാവതാരമായ കഥകളിൽ ഒന്നായ മാതങ്കി എന്ന ചണ്ഡാല യുവതിയുടെ സംഘപ്രവേശമാണ് ചണ്ഡാല ഭിക്ഷുകിയിലെ ഇതിവൃത്തം. 2500 വർഷങ്ങൾക്ക് മുമ്പ് ഉത്തര ഹിന്ദുസ്ഥാനിലെ ശ്രാവസ്തിക്കടുത്തുള്ള ഒരു നാട്ടിൽ നടന്ന സംഭവമായിട്ടാണ് ഈ കൃതി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാ അവതരണ രംഗത്ത് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു യുവഭിക്ഷു ആദിദേവ് എസ്, മാതങ്കി ഫാത്തിമ എ, ശ്രീബുദ്ധൻ സഹദ് എച്ച്, രാജാവ് റിദ്വാൻ MS, ഭടൻ സൂര്യനാരായണൻ S, ബ്രാഹ്മണ പണ്ഡിതർ റിദ്വാൻ RB, ദേവർഷി മാഹിർ ബിലാൽ. മഹാകവി കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിന്റെ വത്സല ശിഷ്യൻ, തൂലിക പടവാളാക്കിയ മലയാളത്തിന്റെ വിപ്ലവ കവി. ആധുനിക കവിത്രയത്തിലെ സ്നേഹഗായകനായ കുമാരനാശാൻ കാവ്യസൗഷ്ഠവവും അർത്ഥഗാംഭീര്യവും ഒത്തിണങ്ങിയ ഖണ്ഡകാവ്യങ്ങൾ എഴുതിയ മഹാകവി. ഉച്ചനീചത്വങ്ങളുടെ വേലിയേറ്റ കെടുതിയിൽ നിന്നും നാടിനെ രക്ഷിച്ച് സാമൂഹ്യ പരിവർത്തനങ്ങൾക്ക് സ്വന്തം കൃതികളിലൂടെ ഊർജം പകർന്നു നൽകിയ മഹാകവി. സ്നേഹത്തിന്റെ മഹിമ എല്ലാവരിലും എത്തിക്കാൻ തന്റെ കൃതികളിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. വർണ്ണാശ്രമധർമ്മത്തിന്റെ ഉച്ഛിഷ്ടമായി സമൂഹത്തിൽ അടിഞ്ഞുകൂടിയ ജാതിപിശാചിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുവാൻ, മനുഷ്യ മനസ്സുകളിൽ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്വാതന്ത്ര്യബോധത്തിന്റെയും വിത്തുപാകുവാൻ മഹാകവിയുടെ പൊൻതൂലികയിൽ നിന്നുതിർന്ന അതിമനോഹരമായ കാവ്യതല്ലജമായ ചണ്ഡാല ഭിക്ഷുകി. മനുഷ്യരൊന്നാണെന്ന മഹാസന്ദേശം നൽകുന്ന ഈ വേദിയിൽ സ്കൂളിലെ കുഞ്ഞുമക്കൾ അഭിമാനപൂർവം അവതരിപ്പിക്കുന്നു കുമാരനാശാന്റെ ചണ്ഡാല ഭിക്ഷുകി. കത്തിക്കാളുന്ന ഗ്രീഷ്മത്തിലാണ് കഥ നടക്കുന്നത്. കാളുന്ന സൂര്യനെ സ്പർശിച്ച് നീലാകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്ന അരയാലിന്റെ ചുവട്ടിലേക്ക് ഒരു ബുദ്ധഭിക്ഷു കടന്നു വന്നു. ആനന്ദൻ എന്നാണ് ആ ഭിക്ഷുവിന്റെ പേര്. നേരെ കിഴക്കേ പെരുവഴി വിട്ടുള്ളോരൂരു പാതയൂടെ ഇങ്ങു തന്നെ ആരോ നടന്നു കുഴഞ്ഞു വരുന്നുണ്ട്. ചാരത്തായ ആളൊരു ഭിക്ഷുവത്രേ. ഹോ, എന്തൊരു ചൂടാണ്! പൊള്ളുന്ന വെയിൽ തന്നെ. ദാഹിച്ചിട്ടു വയ്യ. അല്പം ജലം കിട്ടിയിരുന്നെങ്കിൽ. ഹോ, എന്തൊരു തണൽ! എന്തൊരു ആശ്വാസം! ആഹാ, ഒരു കിണറല്ലേ ആ കാണുന്നത്? അല്പം ദാഹജലം കിട്ടിയിരുന്നെങ്കിൽ. ഹായ്, എന്ത് ഭംഗിയുള്ള പക്ഷികൾ! ഷോ, അതങ്ങ് പോയല്ലോ. തൂമ തേടും തൻ പാള കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നിടിനാൾ. ആഹാ, ഒരു സഹോദരിയാണല്ലോ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത്. അല്പം ദാഹജലം ചോദിക്കാം. ദാഹിക്കുന്നു ഭഗിനി, കൃപാരസമോഹനം കുളിർ തണ്ണീരിതാശു നീ ഓമലേ തരൂ. അയ്യോ, എന്താണിത്? അല്ലലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ. നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. പാടില്ല,
ഞാൻ അയിത്ത് ജാതിക്കാരിയാണ്. ഞാൻ തൊട്ട വെള്ളം അന്യയ്ക്ക് കുടിക്കാൻ തരാവുന്നതല്ല. ഗ്രാമത്തിന് പുറത്ത് വസിക്കുന്ന ചാമർനായകന്റെ കിടാത്തിയാണ് ഞാൻ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർനാവു വരണ്ടഹോ. ഭീതി വേണ്ട തരികതനിക്കു നീ. പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ, തന്നിയാണവൾ കല്ലല്ലിരുമ്പല്ല. പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ, തന്നിയാണവൾ കല്ലല്ലിരുമ്പല്ല. സഹോദരിയുടെ പേരെന്താണ്? മാതങ്കി. സഹോദരി മാതങ്കി, പുണ്യാത്മാവായ ബുദ്ധഭഗവാൻ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ധന്യായ ഭഗവാനെ. നിർവാണ നിധി കണ്ട മഹാസിദ്ധൻ, സർവലോകൈക വന്ദ്യൻ ദയാകുലൻ, ഗർവാധീശൻ അനുഗ്രഹിക്കും നിന്നെ. പൂർവചന്ദ്രവദനേ ഞാൻ പോകുന്നു. എന്തൊരു ദിവ്യമായ മുഖമായിരുന്നു അദ്ദേഹത്തിന്. എനിക്ക് ആ മുഖം മറക്കാൻ കഴിയുന്നില്ല. വിലയേറിയതെന്തോ കളഞ്ഞു പോയതുപോലെ തോന്നുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വരം മനസ്സിനെ വല്ലാതെ വിളിക്കുന്നു. ദൈവമേ, എൻ്റെ ഉള്ളം പിടിക്കുന്നു. എന്തു ചൈതന്യമായിരുന്നു ആ മുഖത്തിന്. മനസ്സിൽ നിന്നും മാറുന്നതേയില്ല. എന്തു മധുരമായ ശബ്ദമായിരുന്നു അദ്ദേഹത്തിന്. ഒരു സമാധാന ദൂതനെ പോലെ. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ? മനസ്സേ, അടങ്ങുക. ഞാൻ ആര്? അദ്ദേഹം ആര്? ഇനിയേ എനിക്കിവിടെ നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം പോയ വഴിയിലൂടെ ഞാനും പോവുകയാണ്. ഞാൻ ജനിച്ചു വളർന്ന കുടിലെ, എനിക്കിന്നുവരെ അഭയവും ആശ്രയവും തന്ന എൻ്റെ മൺകുടിലെ, നിന്നോട് ഞാൻ യാത്ര ചോദിക്കുന്നു. ഇനി ഞാൻ തിരിച്ചു വരില്ല. ഹോ, ഇത് അദ്ദേഹത്തിൻ്റെ പാദമുദ്രയാണല്ലോ. യതി പുങ്കവന്റെ വഴി തുടർന്നീ മതിമുഖി പോകയാം തർക്കമില്ല. അഴലാർന്നിവളഹോ സ്വാമി തന്റെ വഴിയോരും ശ്വാവിന്റെ നാസക്കേലും. അനഘമാം ശക്തിയില്ലാഞ്ഞീതാനീം തനതിന്ദ്രിയത്തെ ശപിക്കുന്നുണ്ടാ. എന്ത് സുന്ദരമായ സ്ഥലം! ഇത് ബുദ്ധഭഗവാന്റെ ആശ്രമമാണെന്ന് തോന്നുന്നല്ലോ. ഭഗവാനെ, അങ്ങകലെയുള്ള ഗ്രാമത്തിലെ കന്യകയാണിവൾ. തീർത്ഥ
തീർത്ഥയാത്രയ്ക്കിടയിൽ നടന്നു തളർന്ന ഞാൻ ദാഹജലത്തിനായി യാചിച്ചപ്പോൾ ഹൈത്തത്തിൻ്റെ നൂലാൽ ബന്ധിതയായ ഈ കന്യക ഭയത്താൽ മാറി നിന്നു. പിന്നീട് ദാഹജലം നൽകി എൻ്റെ ക്ഷീണമകറ്റി യാത്രയാക്കുകയും ചെയ്തു. എല്ലാം നാം അറിയുന്നുണ്ട്. വത്സേ, മകളെ, നീ പോന്നത് ഭംഗിയായി. മകളെ, നീ പോന്നതു ഭംഗിയായി. സകലമറിഞ്ഞു നാം കാര്യം ഭദ്രേ. അനഘനാനന്ദനു തണ്ണീർ നൽകി കനിവാർന്നു വത്സേ, നീ ദാഹം തീർത്തു. ജനിമരണാർത്തിതമാകും തൃഷ്ണയിനി നിനക്കുണ്ടാകാതാകയാവൂ. അവളുടെ ഭാവമറിഞ്ഞു പിന്നെ സുവിമല ധർമ്മോപദേശം ചെയ്തു. അവളെ തൻ ഭിക്ഷുകീ മന്ദിരത്തിൽ നിവസിച്ചു കൊള്ളുവാനും ആജ്ഞാപിച്ചു. അറിഞ്ഞില്ലെന്നുണ്ടോ ബുദ്ധഭഗവാൻ ചെയ്യുന്ന അനാചാരങ്ങളെ? ഏയ്, എന്താണ് നടന്നത്? ഭഗവാന്റെ ആശ്രമത്തിൽ ഒരു ചണ്ടാല സ്ത്രീയെ പ്രവേശിപ്പിച്ചിരിക്കണോ? ശിവ ശിവ, എന്താണ് ഈ കേൾക്കണത്? അതും ബുദ്ധഭവന്റെ ആശ്രമത്തിൽ? നേരോ അയിത്തം തീറ്റലമൊന്നും ഇല്ലേ? നാം ഇന്ന് വരെ ആചരിച്ചോണ്ട് പോകുന്ന നിഷ്ഠകളെല്ലാം ലംഘിക്കപ്പെടുകയാണോ? കാലങ്ങളായി നിലനിന്നു പോകുന്ന അയിത്താചാരങ്ങൾ ഒരു ചണ്ടാല് കാരണം തടസ്സപ്പെടുകയാണോ? ശിവ ശിവ, ഇനി എന്തെല്ലാം നാശങ്ങളാണ് വരാൻ പോകുന്നത്? ഇങ്ങനെ വിട്ടാ പറ്റില്ല. ആ ചണ്ടാലിയെ അടിച്ചു പുറത്താക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് മഹാരാജാവിനെ കാണാൻ പോകാം. പരിഹാരം വല്ലതും ഉണ്ടോന്ന് നോക്കാം. ആ ശരി ശരി, വരിക വരിക. പോകാ പോകാ, നടക്ക നടക്ക, അങ്ങോട്ട് നടക്ക. മഹാരാജൻ, ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ അങ്ങയെ മുഖം കാണിക്കാൻ എത്തിയിരിക്കുന്നു. ബ്രാഹ്മണശ്രേഷ്ഠ, എന്താണങ്ങ് പതിവില്ലാതെ? ആഗമന ഉദ്ദേശം പറഞ്ഞാലും നാം എന്താണ് ചെയ്തു തരേണ്ടത്? മഹാരാജൻ, ഒരു പരാതി ബോധിപ്പിക്കാൻ വന്നതാണ്. പരാതിയോ? എന്താണ് പറഞ്ഞാലും? ബുദ്ധ ഭഗവാന്റെ ആശ്രമത്തിൽ ഒരു ചണ്ടാല പെണ്ണിനെ പാർപ്പിച്ചിരിക്കണോ? എന്ത്? നേരോ? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കാറ്റിൽ പറത്തി എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചിരിക്കണോ? അതും ചത്തറിയിക്കലും കുഴിവെട്ടലും ശവം കാവലുമായി നടക്കുന്ന ഹീനജാതിക്കാരൻ കണ്ടാലറിക്കുന്ന ചാമ്പ്ര നായകന്റെ മകളെ. എന്നാലും നാം എങ്ങനെ ബുദ്ധഭഗവാനോട് ആജ്ഞാപിക്കും? മഹാരാജാവേ, മുനിമാരും അങ്ങയുടെ പ്രജകളാണ്. ആശ്രമ പരിസരത്തെ വരിനെല്ലിന്റെ 1/6 കരം തരേണ്ടവരാണ്. അതുകൊണ്ട് എന്തിനും അടിക്കണം. നാട് മുടിയുന്നതിന് മുമ്പ് ആ ചണ്ടാലിയെ പറഞ്ഞുവിടാൻ ആജ്ഞാപിച്ചാലും. മുനിമാർ നൽകുന്ന കരം വേറെയാണ്, അങ്ങയ്ക്ക് അറിയാമല്ലോ. മഹാരാജാവേ, ഈ നാട് ഭരിക്കുന്നത് അങ്ങാണ്. അങ്ങേ അനുസരിക്കാത്ത ഒരു ഈശ്വരനും ഈ നാട്ടിൽ വേണ്ട. അങ്ങ് ശാന്തനായാലും നാം ബുദ്ധഭഗവാനെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാം. ആരവിടെ? പടത്തലവ, ഉടൻ തന്നെ ബുദ്ധഭഗവാന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്താലും. വേഗം.
എഴുന്നള്ളിയാലും മഹാരാജൻ, എഴുന്നള്ളിയാലും. മഹാരാജൻ അങ്ങയുടെ ആഗമനോദ്ദേശം എന്താണെന്നറിയിച്ചാലും നാം അങ്ങയ്ക്കായി എന്താണ് ചെയ്യേണ്ടത്? ഭഗവാൻ, അത് പിന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലായി മഹാരാജൻ. അങ്ങയുടെ പ്രയാസം നാം മനസ്സിലാക്കുന്നു. മാതങ്കി എന്ന യോഗിനിയെ പറഞ്ഞയക്കണമെന്ന ആവശ്യത്തിനല്ലേ അങ്ങ് വന്നത്? മഹാരാജൻ, മനുഷ്യൻ്റെ രക്തത്തിലും അസ്ഥിയിലും മജ്ജയിലും ജാതിഭേദമുണ്ടോ? എല്ലാവരുടെയും ശരീരഘടന ഒന്നല്ലേ? ബ്രാഹ്മണനെന്ന പോലെ തന്നെ ഒരു മനുഷ്യ സ്ത്രീയുടെ ഗർഭത്തിൽ നിന്ന് ഉരുവായതാണ് ചണ്ടാളനും. എല്ലാവർക്കും അവയവങ്ങളും ഒന്നുപോലെ തന്നെയാണ്. ഒരു ഭൂമിയും ഒരു സൂര്യനുമല്ലേ എല്ലാവർക്കും ഉള്ളത്? വായുവും ജലവും ഒന്നു തന്നെ, ഒന്നിലും ഭേദമില്ല. ഭേദങ്ങളെല്ലാം മനുഷ്യസൃഷ്ടമല്ലേ? ദൈവസൃഷ്ടികളെല്ലാം ഒന്നാണ്. മനുഷ്യരിൽ ഭേദചിന്ത കാണരുത്. മനുഷ്യരെല്ലാം അമ്മ പെറ്റ മക്കളാണ്. എല്ലാ മനുഷ്യരും സഹോദരന്മാരാണ്. പിന്നെ എങ്ങനെയാണ് ഭിന്നത കാണാൻ കഴിയുക? ഭഗവാൻ, അങ്ങ് പറയുന്നത് സത്യമാണ്, തീർത്തും ശരി തന്നെ. പക്ഷേ അടിയൻ്റെ ശങ്ക ഉണർത്തിക്കേണ്ടത് അങ്ങയുടെ മുമ്പിലല്ലേ? അങ്ങ് അടിയന് സങ്കട നിവൃത്തി ഉണ്ടാക്കി തരയണം. സർവജ്ഞനല്ലോ ഭഗവാൻ. ധർമ്മത്തെ നിർവചിക്കേണ്ടത് അവിടുന്നല്ലേ? നെല്ലിൻ്റെ ചുവട്ടിൽ മുളയ്ക്കുന്ന കളയല്ല ചണ്ടാളൻ. സത്യധർമ്മങ്ങൾക്കെതിരാണ് ശാസ്ത്രമെങ്കിൽ അത് തിരുത്തുക. മഹാരാജൻ, ഇന്നലെ ചെയ്ത അബദ്ധം ഇന്നത്തെ ആചാരമായി വന്നേക്കാം. ചിലപ്പോൾ അത് നാളത്തെ ശാസ്ത്രമായെന്നും വരാം. അറിഞ്ഞുകൊണ്ട് അതെല്ലാം അനുവദിക്കരുത് മഹാരാജൻ. ഭഗവാൻ, അവിടുന്ന് നമ്മുടെ കണ്ണുകൾ തുറപ്പിച്ചു. ഇവിടെ മനുഷ്യരെല്ലാം ഒന്നാണെന്ന സത്യം നാം തിരിച്ചറിയുന്നു. പല്ലനയാറ്റിൽ നിന്നും മുഴങ്ങുമാ പല്ലവി കേട്ടുവോ ന്യായാസനങ്ങളെ? പല്ലനയാറ്റിൽ നിന്നും മുഴങ്ങുമാ പല്ലവി കേട്ടുവോ ന്യായാസനങ്ങളെ? മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ.